ഇതൊരു സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നഷ്ടമാവില്ല, ഇത്തിരി ലോങ് ആണെങ്കിലും ഫുള്ള് കണ്ടാൽ. ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞത്. ഹലോ, ഇത് സ്കേർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അത് യൂണിഫോമിൻ്റെ സ്കേർട്ട്. അപ്പോൾ അത് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ക്ലോത്ത് തയ്യില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് തുണിയുടെ വീതിയാണെന്ന് കരുതുക, ഇത് നൂലും. ഞാൻ ആദ്യം വീതിനെങ്ങനെ രണ്ടായിട്ട് മടക്കി, അതിന് ശേഷം ഇങ്ങനെയും മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗം തുറന്ന് കിടക്കുന്ന ഭാഗമാണ് മേലെ കിട്ടത് കേട്ടോ. അപ്പോൾ ഇത് 4 പീസ് ഉണ്ടാവും. രണ്ട് പീസ് ഒരു ഫ്രണ്ടിലേക്ക് വരും, അതായത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഇത്രേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മടക്കിയാൽ ഇതൊരു പീസും ഇതൊരു പീസും, ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇത് ബാക്ക് ഭാഗത്തേക്ക്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് ഇങ്ങോട്ട് മടക്കിയാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ 4ആയി മടക്കിയിട്ടുള്ളതാണ്. 1 2 3 4, അങ്ങനെ 4 പീസ്. ഇതിൻ്റെ അടിഭാഗമാണ് ഞാൻ മേലേക്ക് കൊടുത്തത് കേട്ടോ. ഇത് ഒന്ന് ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 സ്കേർട്ട് കിട്ടണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി സ്കേർട്ടിൻ്റെ അളവാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 22 കേട്ടോ. അപ്പോൾ 22 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുക. ചെറിയൊരു വരക്കാണ്. ഇതെങ്ങനെ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞുതരാം. 22-ൽ 2 ഇഞ്ച് താഴ്ഭാഗം മടക്കിയടിക്കാൻ വേണം. അതേപോലെ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കും വരും. അപ്പോൾ ആ 22-ന് 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് നമ്മൾ വേറെ കൊടുക്കുക. അപ്പോൾ ആ ക്ലോത്ത് മാറ്റുക 22. അപ്പോൾ 21, ആ 1 ഇഞ്ച് കുറച്ചാൽ മതി. പിന്നെ 21-ക്ക് 2 ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, നെറുഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ കീപ്പെട്ടാണ് 21 അടയാളപ്പെടുത്തേണ്ടത്. അവിടെ നിന്ന് കേട്ട് 21 അടയാളപ്പെടുത്തുക. അതിന് ശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 1 ഇഞ്ച് മടക്കി പിന്നെ 1 ഇഞ്ച് മടക്കി, അങ്ങനെയാണ് അടിക്കുക. അപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പ് താഴ്ഭാഗത്തേക്ക്. എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഇവിടെ അതേപോലെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ നിന്നിട്ട് 21 ഇഞ്ച് അടയാളപ്പെടുത്തുക. 22-ന് 1 ഇഞ്ച് അലാസ്റ്റിക് കുറച്ചതാണ് 20. അപ്പോൾ 21-ൽ ഇവിടെ അടയാളപ്പെടുത്തുക. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. കറക്റ്റായിട്ട് ഇത് അടയാളപ്പെടുത്തുക. നമ്മളൊരു സ്കെയിലെടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. സ്കേർട്ടിന് ഷർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി വരുള്ളൂ. അപ്പം ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 26. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത് ഇത്രേ കിട്ടുള്ളൂ, കിട്ടുന്ന പോലെ ഒക്കെ അയച്ച് 17 ഇഞ്ച് ഒരു ഭാഗത്തേക്ക് കിട്ടും. അപ്പോൾ 17 ഇഞ്ച് ഉണ്ടാകുമ്പം 35 ഇഞ്ച് ഒരു ഭാഗത്തേക്കും 35 ഇഞ്ച് മറ്റൊരു ഭാഗത്തേക്കും ഉണ്ടാവും കേട്ടോ. കാരണം 35 ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടാവും. മനസ്സിലായല്ലോ? 26 വേസ്റ്റ് റൗണ്ട്. അപ്പോൾ 26-ക്ക് 20 20 40 40 20 60 6 12 7 ഒരു 80 ഇഞ്ച് വേണം. അപ്പോൾ നമ്മൾ നോക്കില്ല 80 ഇഞ്ച് ഉണ്ടാവുമെന്ന്. ഇത് 18 കൂട്ടുക. 18 കൂട്ടിയാൽ തന്നെ ഉണ്ട് 36. 36-ക്ക് ഒരു 18 കൂടി കൂട്ടിയാൽ 46. ഏകദേശം ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെ താഴ് ഭാഗമുണ്ടല്ലോ, കുറച്ച് സ്പേസ് ഇല്ല, അതുകൊണ്ടാണിത് ക്ലിയർ ആയിട്ടൊന്ന് വരച്ച് കൊടുത്തതാണ്. ഇനി ഇത് ഇതിൽ ബാക്കിയുള്ളത് ഇതേ കറക്റ്റായിട്ട് ഈ ഒരു ക്ലോത്താണ് കേട്ടോ. ഞാൻ 2 എണ്ണത്തിന് ഇതിമെന്ന് വെട്ടിയെടുത്തിട്ട്, അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് മടക്കിയിടുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. ഇത് മടക്ക് വരുന്ന ഭാഗമാണ്, അതായത് ഇവിടെ മടക്ക് വരുന്ന ഭാഗമാണ്, ഇങ്ങനെ മുറിവിൽ ഏപ്പില്ലാത്ത. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം, ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നാണ് വെട്ടണത്. ബാൻഡിന് എങ്ങനെ എടുക്കേണ്ടത്? അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് പീസ് വെട്ടിയിട്ടിട്ട് അതിൻ്റെ അളവ് പറഞ്ഞുതരാം. ബാൻഡിന് വേണ്ടത് 1 ഇഞ്ച് അലാസ്റ്റിക് പോകാൻ, 2ആയി മടക്കിക്കുമ്പോൾ അത് 2 ഇഞ്ച് ഉണ്ടാവും. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ പോകാനും. അപ്പോൾ 2 സൈഡിലും 1/2 ഇഞ്ച് വരുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിനും 1 ഇഞ്ച് ഇതിനും. അപ്പോൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ 1.5 ഉള്ളത് ഒരു 1.25 എടുക്കേണ്ടത്. കുറച്ചൊന്ന് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 1.25 എടുക്കുമ്പോൾ പറഞ്ഞാൽ 1 ഇഞ്ച് 1 ഇഞ്ചും 2 ഇഞ്ച് ഇവിടെ വന്ന് 2 ഇഞ്ചിന് പുറമെ 3/4 അരി 1 വന്ന്, അപ്പോൾ 3 ഇഞ്ച് 3.5 ഇഞ്ചിലാണ് നമ്മളിത് വെട്ടുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഈ അളവ്. 3.5 ഇഞ്ചിലാണ്. ഇതുണ്ടല്ലോ, ഇതാണ് അലാസ്റ്റിക്കിന് കട്ട് ചെയ്ത പീസ്. ഇനി അലാസ്റ്റിക് ഇത് ഇത്രയാണ് അലാസ്റ്റിക് വരിക. ബാക്കി നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകാനുള്ളതാണ്. കാണണ്ടല്ലോ, ഈ സൈഡ് തയ്യൽ തുമ്പായിട്ട് പോകാനുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു പീസും കൂടെ വേണം. അപ്പം അതും കൂടി എടുക്കുക. അത് എടുക്കുമ്പോൾ കറക്റ്റ് ഇത് ഓപ്പൺ ആയ സൈഡ് ആയതുകൊണ്ട് തന്നെ 3.5 ഇഞ്ചിൽ തന്നെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. മറ്റേത് ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് ആയതുകൊണ്ട് 2 ഭാഗത്തേക്കും ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്.
ഇത് 2 സ്കേർട്ടിനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന സ്കേർട്ട് നല്ല സിമ്പിളാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ. ക്ലോത്ത് കറക്റ്റായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ മാത്രമേ നമുക്ക് മനസ്സിലായാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കൺസിഡർ ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയാണ് വരിക. ഇനി ഇതിൻ്റെ ഒരു അളവുണ്ട്, അത് ഞാൻ പറഞ്ഞത്. ഇത് തന്നെ 2 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് ഈ ഒരു പീസ് തന്നെ മതിയാവും ഇതിന്. ഇത് നമ്മളെ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ ആ 26ക്ക് 10 കൂട്ടിയാൽ 36 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 35 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഇത്ര പോരാ, ഇതിനൊക്കെ ഒരു പീസ് നമ്മൾ ഏച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് ഫുള്ളും പിന്നെ ഈ 36ക്ക് കഷ്ടിച്ചൊരു 5 ഇഞ്ച് 6 ഇഞ്ചോ 7 ഇഞ്ച് നമ്മൾ കൂട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് നമ്മൾ ഒരു 8 ഇഞ്ചും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പും ഒക്കെ പോകുമല്ലോ അതുകൊണ്ട്. അപ്പം ഇതാണ് ഒരു പീസ് സെട്ടിൻ്റെ അളവ് കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് ഇനി അളന്ന് കാണിച്ചു തരാം. 26 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് വരുമ്പം 26 ഇഞ്ചിനേക്ക് 10 കൂട്ടിയിട്ട് 36 കൊടുക്കുക. അതിക്ക് നമ്മൾ ഒരു 5 ഇഞ്ച് കൂടി കഷ്ടിച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു 42 ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ആ ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് ചുരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിക്കുള്ള അലാസ്റ്റിക്കാണ് കട്ട് ചെയ്യണത്. അലാസ്റ്റിക് ഇത് നല്ല വലിച്ചിലുണ്ട്, പെട്ടെന്ന് വരുന്നില്ല കേട്ടോ. കുറച്ചൊന്ന് ലൂസായി ഇങ്ങനെ നിൽക്കുന്ന അലാസ്റ്റിക്കാണ്. അങ്ങനത്തെ അലാസ്റ്റിക് ആകുമ്പോൾ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറയ്ക്കുക. 26 വേസ്റ്റ് റൗണ്ട് വരുന്നത്. കണ്ടല്ലോ, അതെ കറക്റ്റായിട്ട് വെച്ച് കാണിച്ചു തരാം. അലാസ്റ്റിക്കിൻ്റെ അളവെടുക്കൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. 26 ഇഞ്ച്. അപ്പോൾ 1, 2, 3 ഒരു 3.5 ഇഞ്ചോളം കുറച്ച്. അപ്പം 22.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ കണ്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണത്തേക്ക് വേണം. ആ കട്ട് ചെയ്തത് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് പിടിക്കുക, ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ അതേ കറക്റ്റ് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത്ര പണി മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ചെയ്യാൻ കേട്ടോ. അല്ല ഇനി സ്കേർട്ട് അടിക്കുകയാണ്. ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ഈ 2 പീസും നമ്മൾ ജോയിൻ ചെയ്തെടുക്കും. കണ്ടല്ലോ, ഈ പീസ് ഇവിടെ ജോയിൻ ചെയ്തെടുക്കും. അതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് കൂടെ സ്കേർട്ടിനെടുത്ത പീസ് ഇങ്ങനെ ഞെറിവിട്ട്, കുറഞ്ഞ ഞെറിവേ ഇടാണ്ടാവുള്ളൂ കേട്ടോ. ആ ഞെറിവിട്ടെടുക്കും. അതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇവിടെ ഒരു മടക്കിയിട്ട് കറക്റ്റായിട്ട് ഈ അലാസ്റ്റിക് വന്ന് ഇതിമ്മലോട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതോടുകൂടി അലാസ്റ്റിക് വെക്കണ കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ ആദ്യം ഇത് ജോയിൻ ചെയ്തിട്ട് ഇതിലൊരു പീസ് ഇതിമ്മൽ ഞെറിവിട്ടിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാദ്യം നമ്മൾ ഈ പീസ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. മെഷീനൊന്നും ഓണല്ല. ഈ ലൈറ്റ് ഓഫ് ആക്കാൻ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുത്ത ശേഷം ഇതിങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഈ പീസ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ 2 ആയിട്ടുണ്ടാണേ. ഈ ഒരു പീസ് രണ്ടും ഇങ്ങനെ 2 സൈഡുക്കും ആക്കി ജോയിൻ ചെയ്യാം. കാരണം ഇതിനൊരു കട്ടിപ്പ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 2 സൈഡുക്കും ജോയിൻ ചെയ്താൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഈ ഒരു സാധനം കണ്ടല്ലോ, ഇതെപ്പോഴും ഭയങ്കര ഉപകാരം, എന്നാൽ കാണാനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇനി ചെയ്യേണ്ടത് ഈ പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ നല്ല ഭാഗത്തേക്കല്ല, ഇതിങ്ങനെ ഇങ്ങനെ തിരിഞ്ഞാൽ വരില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരണം. അതായത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇതിൻ്റെ ചീത്ത ഭാഗം ഇത് തിരിച്ച് വെക്കുക. എന്നിട്ട് ഇതിന്മേൽ നമ്മൾ ഞെറിവിട്ട് വെക്കുക. അത് എന്തിനാന്ന് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് ജോയിൻ ചെയ്തെടുക്കട്ടോ. ഇത് 2 പീസാണ്. അപ്പോൾ ഇതിൽ ഒരു പീസ് തമ്മിൽ നമ്മൾ ആദ്യം ജോയിൻ ചെയ്തെടുക്കുക. സ്റ്റിച്ചൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണേ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ ഒരു കൈക്കൊരു പിടുത്തം കൊടുക്കണം കേട്ടോ. എന്നാൽ ആ ചുളിവ് വിരൽ നിൽക്കും, വലിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒരു പിടുത്തം ഇങ്ങനെ കൊടുത്താൽ മതി. നൂല് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ നല്ല ഭാഗം, ഇത് ചീത്ത ഭാഗത്തു നിന്ന് നല്ല ഭാഗത്തേക്കാണ് ഇങ്ങനെയാണ് മറിച്ചടിക്കുക. മനസ്സിലായല്ലോ? ഇതിൻ്റെ ചീത്ത ഭാഗം. ഈ ചീത്ത ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം തമ്മിലാണ് ഞെറിവിടേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇത് ഇതിൻ്റെ നല്ല ഭാഗം. നല്ല ഭാഗത്തേക്കാണ് നമ്മൾ മുകളിലെ തയ്യൽ തുമ്പ് ഇങ്ങനെ വരേണ്ടത്. ഈ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ തയ്യൽ തുമ്പ് വന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ പീസിൻ്റെ നല്ല ഭാഗം ഈ പീസിൻ്റെ അലാസ്റ്റിക് വെക്കേണ്ട പീസിൻ്റെ നല്ല ഭാഗം നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗം തമ്മിൽ ഫേസ് ചെയ്യണ രൂപത്തിൽ വെക്കുക. രണ്ടിൻ്റെയും നല്ല ഭാഗം ഇങ്ങനെ മുകൾക്കായി വരണം. അതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു സംഗതി എന്താ പറയുക, ഇതിനെങ്ങനെ 4 ആയിട്ട് പിടിക്കുക.
4 മടക്കാക്കിയിട്ട് പിടിക്കുക. ഇത് 2, ഇത് 4. ഇനി ഇവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഞെറിവ് എല്ലാ ഭാഗത്തും ഒരുപോലെ വരാൻ. ഇവിടെ ഒരു സൈഡ് ഓപ്പണാണ്, അവിടെ വേണ്ട. ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ സൈഡിൽ നോച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ മെയിൻ ക്ലോത്തിൻ്റെ നടുഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് ഉണ്ട്. അതിൻ്റെ പുറമെ ബാക്കിയുള്ള അത് രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ച ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. അപ്പം എന്താ അറിയോ, ഈ നോച്ചിട്ട സ്ഥലതാ ഈ ഒരു സ്ഥലത്തേക്ക് ഞെറിവിട്ട് ഇത്ര വരണം. ഇതപ്പോൾ കുറച്ച് ഞെറിവേ ഉണ്ടാവുള്ളൂ, എന്നാലും അത് മനസ്സിലാവാനാണ് അങ്ങനെ ഇട്ടത്. അപ്പം ഇനി മനസ്സിലാക്കുക, ഇതിൻ്റെ നല്ല ഭാഗം. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് ഈ പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വരണം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് അടിക്കേണ്ടത്. ഇതിൻ്റെ ചീത്ത ഭാഗം നല്ല ഭാഗം ഇതുപോലെയാണ് കേട്ടോ വരേണ്ടത്. കണ്ടല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഒന്ന് കറക്റ്റായിട്ട് മെഷീൻമേ വെച്ച് തന്നെ കാണിച്ചു തരാം. ദേ ഇതിൻ്റെ ചീത്ത ഇതിന്മേൽ ശരിക്കും നമുക്ക് ഇങ്ങനെ ഏപ്പൊന്നും ഇല്ലെങ്കിൽ ഇത് ബാക്കും ഫ്രണ്ടൊന്നും ഇല്ലാത്ത തുണി, അപ്പം നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ നല്ല ഭാഗം ഉൾഭാഗത്തേക്ക് വരണം. ഇതിൻ്റെ ഇതിന്മേൽ നമുക്ക് ഏപ്പുള്ളതുകൊണ്ട് ഇതിൻ്റെ ചീത്ത ഭാഗം ഇതിൻ്റെ നല്ല ഭാഗത്തേക്കും വരണം. ഒന്നിൻ്റെ ചീത്ത ഭാഗവും ഒന്നിൻ്റെ നല്ല ഭാഗമാണ് വെച്ചത്. ഇനി കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും. ആദ്യം തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് അടിച്ചു കൊടുക്കാണ്ട് ഇവിടെ ഒരു നോച്ച് വരുന്നുണ്ടല്ലോ ഇതിന്മേൽ, ഈ നോച്ചും ഇതിന്മേൽ വരുന്ന നോച്ചും തമ്മിലൊന്ന് വെക്കുക. അപ്പോൾ കണ്ടല്ലോ, ദേ ഇത്ര തുണിയുണ്ട്, കറക്റ്റ് ഇത്ര തുണിയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെറിയ ചെറിയ ഞെറിവിടാനുള്ള സ്പേസ് ഉണ്ട് എന്നിട്ട് അതിനകത്ത്. അപ്പോൾ ചെറിയ ചെറിയ ഞെറിവ് കൊടുക്കുക. നല്ലോണം ഉള്ളിലേക്ക് പോയിട്ടുള്ള ഞെറിവിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതിന്മേലുള്ള ഈ വെട്ടും ഈ ഒരു ഞെറിവോട് കൂടി ഒപ്പായി. അപ്പം അത്രയ്ക്ക് ഇതുപോലെ ഉണ്ടോ? കണ്ടല്ലോ, നല്ല ഞെറിവൊന്നും ഇട്ടിട്ടില്ല, എന്നാൽ ഞെറിവുണ്ട് താനും. അങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് പ്ലേറ്റ് കൊടുക്കുക. അതായത് ഫുള്ള് ഞെറിവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഞെറിവിട്ടതിന് നമ്മളൊന്നിങ്ങനെ നിർത്തി പിടിക്കുക. ഈ ബാക്കിലെ പീസ് ഫ്രണ്ടിലെ പീസ്, എന്നിട്ട് ഈ തയ്യൽ തുമ്പുണ്ടല്ലോ ഇതിങ്ങനെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു പ്രസ്സടി അത് ഇടേണ്ടത് ഈ മേലെ വെച്ച പീസുമ്മക്കാണ് കേട്ടോ, താഴേക്കല്ല, മേലേക്ക് വെച്ചിട്ടൊരു പ്രസ്സടി കൊടുക്കുക. അത് ഒരു പ്രസ്സടി കൊടുത്തു കഴിഞ്ഞ് ഇനി വേണ്ടത് ഇതാണ് അലാസ്റ്റിക് വരുന്ന സംഗതി. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് വരുന്നിട്ട് ഇതിങ്ങനെ ഒരു മടക്കി അടിച്ചിട്ട് ഇതിമൊക്കെ ഇങ്ങനെ ഇറക്കി വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു ഇത് കൊടുക്കണം കേട്ടോ നമുക്ക്. അത് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റിച്ച് വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് ഇത് ചെറിയതാക്കിയിട്ട് ഇതൊരു മടക്കടി അടിക്കുക. ഈ ഒരു വക്കുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് അലാസ്റ്റിക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ഉണ്ട് എന്ന് കരുതണം കേട്ടോ, നല്ല മയക്കാറുണ്ട്. അപ്പം ഈ അലാസ്റ്റിക് ഉണ്ടല്ലോ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ നൂല് അതിൻ്റെ ഇടയിൽ മെഷീനൊന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതാണ് കേട്ടോ, മെഷീനൊന്ന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നൂലൊക്കെ ഇവിടെ വന്നു. ഇനി ഇത് ഈ അലാസ്റ്റിക് ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കിത് ഈ വക്കിനടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട് കണ്ടല്ലോ, ഈ ഒരു ക്ലോത്തുമ്പോൾ കൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ അതാണ് കേട്ടോ ഇടാൻ പോണത്. ഇതിങ്ങനെ കറക്റ്റായി വെച്ചിട്ട് ഇതിങ്ങനെ കറക്റ്റായി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ വക്കിന് ചെറിയൊരടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റായി ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഒരു ചവിട്ട് ഫുള്ളൊന്നുമില്ല, ഒരു ചവിട്ടുമെന്ന് ഒരു അനക്കം അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടോ മനസ്സിലാവുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാം. അലാസ്റ്റിക് ശരിക്കാണെങ്കിൽ നമുക്കിങ്ങനെ മുറിക്കാതെ ഇവിടെ ഇങ്ങനെ അളവിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മുറിക്കട്ടോ. ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചതാണ്. ഈ സാധാരണ ചെയ്യാൻ കഴിയാത്തവരുണ്ടാവുമല്ലോ, ഓൽക്കൊക്കെ അത് നല്ല യൂസ്ഫുൾ ആയി കേട്ടോ. ആ ടിപ്പ് ഞാൻ ഏതായാലും പറഞ്ഞുതരാം. അത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ശേഷം നമ്മൾ അലാസ്റ്റിക് മുറിച്ചണ്ട, നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അത് വലിച്ചെടുത്തിട്ട് ആ സ്റ്റിച്ച് റെഡിയാക്കിയാൽ മതി. ആ അലാസ്റ്റിക് അളവിട്ടുണ്ടല്ലോ അവിടെ അങ്ങോട്ട് മുറിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഏതായാലും മുറിച്ചെടുക്കണം, അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഇത് വൺ സൈഡ് ഫൂട്ടിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നല്ല പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ വൺ സൈഡ് ഫൂട്ടിട്ടോ നല്ല ചെയ്യണത്, അതുകൊണ്ട് എന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ഇതാണ് വൺ സൈഡ് ഫൂട്ടിട്ട് ചെയ്യുക. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഞാനിപ്പോൾ ഇതെനിക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കിത് ഈ ഫൂട്ടിലും ചെയ്യാൻ സാധിക്കും.
അലാസ്റ്റിക് മേൽ സ്റ്റിച്ച് കൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. അലാസ്റ്റിക് മേൽ സ്റ്റിച്ച് കൊണ്ടാൽ അലാസ്റ്റിക് വലിയില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സിലായോലൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ ചോദിക്കണം. ഇങ്ങനെ എത്തിയപ്പോൾ അലാസ്റ്റിക് ലാസ്റ്റ് ചെയ്തേ. അപ്പോൾ പതുക്കതേ ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങോട്ട് ക്ലോത്ത് ഇങ്ങനെ നീക്കിയിട്ട് പതുക്കെ വലിച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ ക്ലോത്ത് വലിയരുത് കേട്ടോ. ക്ലോത്ത് വലിയില്ലാന്ന് നേരെ ഇങ്ങനെ നീക്കിയിട്ട് അവിടെ ഉറപ്പ് വരുത്തണേ. ഇതിങ്ങനെ വലിച്ച് കൊടുത്തിട്ട് പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പം ഇനി ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ലാസ്റ്റിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടോ, കണ്ടല്ലോ. നമ്മളിങ്ങനെ ഒന്നുകൊണ്ട് വലിച്ചിങ്ങോട്ട് എടുത്താൽ ഇതിങ്ങനെ വരും. ഇപ്പോൾ കണ്ട ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് നിൽക്കണേ, അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ. അതിനാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്, അങ്ങനെ നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ നടുവ് കൂടെ വലിച്ചിങ്ങനെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും. കറക്റ്റായിട്ട് വലിച്ചെടുത്ത് ഉണ്ടല്ലോ. ഇവിടെ സൂചി കുത്തി നിർത്തിയ ശേഷം നമ്മളിവിടെ കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് വലിക്കുമ്പോൾ അതേപോലെ തന്നെ ബാക്കൊക്കെ ഒന്ന് പിടിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ അതേ ഞാനൊരു സ്റ്റിച്ച് കൂടി വന്നുകൊണ്ട് ഇത് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടോ, ഈ വക്കില്ലേ ഇതിനെ ഒന്നിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ചതുര പീസാക്കിയിട്ട് ആദ്യം ഡബിൾ സ്റ്റിച്ച് ഇടണം. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ താഴ് ഭാഗത്ത് 2 ഇഞ്ചിലാണ് നമുക്ക് മടക്കിയെടുക്കാനുള്ളത്. 1 ഇഞ്ച് ഇങ്ങനെ മടക്കുക, എന്നിട്ട് 1 ഇഞ്ച് ഇങ്ങനെ മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അത് ഇതിൻ്റെ വക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. ഒരു ചവിട്ടിന് താഴ്ത്തിട്ട് ഇതുപോലെ ഇതുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടി ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി അത് ഫുള്ളായിട്ട് കാണിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടല്ലോ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫ്ലെയറും ഉണ്ട്. അലാസ്റ്റിക് കണ്ടല്ലോ, നല്ല നീറ്റ്നെസ്സിൽ കിട്ടി. ഈ നെറുവിൽ നിൽക്കുന്നതാണ് നമ്മൾ ആദ്യം അട്ടടിച്ചത് കേട്ടോ. പിന്നെ നടുവ് കൂടെ ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ കമൻറ്റിലൂടെ ചോദിക്കുക. കരണ രൂപത്തിൽ ഞാൻ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.